ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. ഇംഗ്ലീഷ് മീഡിയം ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 6ാമത്തെ പാഠമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് മാപ്സ് എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Following are the accounts of sea voyages of some eminent travelers of different periods. Read carefully. അപ്പൊ ഇനി പറയാൻ പോകുന്നത് കുറച്ച് ട്രാവലേഴ്സിന്റെ കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ക്രിസ്റ്റഫർ കൊളംബസ് was born in Republic of Genoa, presently northwestern Italy in the 15th century. ക്രിസ്റ്റഫർ കൊളംബസ് ജനോവയിലാണ് ജനിച്ചത് 15ാമത്തെ സെഞ്ചുറി. He was a well-known sailor and explorer. സെയിലർ ആയിരുന്നു, അതുപോലെ തന്നെ ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന എക്സ്പ്ലോർ ചെയ്യുന്ന ആളായിരുന്നു. He came to know about the natural resources of India and started his first voyage in search of India through the Atlantic Ocean in 1492 AD. അപ്പോൾ ഇന്ത്യയുടെ കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞു, അതുപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസ്, ഇന്ത്യയിൽ കുറേ സംഭവങ്ങൾ നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ട് ഇന്ത്യനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അറ്റ്ലാന്റിക് ഓഷ്യനിലൂടെ 1492 AD വന്ന ആളാണ് കൊളംബസ്. In order to know the route, Columbus and his team traveled with a large leather wrapped globe on which places were marked. അതായത് കൊളംബസും റൂട്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കൊളംബസും അവരുടെ ആ ടീമും ഒരു ലാർജ് ലെതർ റാപ്പ് ഗ്ലോബ്, ഒരു ഗ്ലോബ് ഉണ്ടായിരുന്നു, ലെതർ കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഒരു ഗ്ലോബ്, അതിൽ പ്ലേസസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്ലോബ് വെച്ചിട്ടാണ് അവര് റൂട്ടൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി വന്നത്. They also used another such sphere to mark the location of stars. അതായത് വേറൊരു സ്ഫിയറും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റാർസ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് കൊളംബസ് ലോസ്റ്റ് ഹിസ് റൂട്ട് ആൻഡ് റീച്ച് സം ഐലൻഡ്സ് നിയർ ദ നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റ്. പക്ഷെ അവർക്ക് ആ ഒരു റൂട്ടൊക്കെ നഷ്ടപ്പെട്ട് ഏതോ ഒരു ഐലൻഡിലൊക്കെ എത്തുകയാണ് ചെയ്യുന്നത്. This was because of the lack of accurate maps and other navigational aids. അപ്പൊ ഇന്ത്യയിൽ എത്തേണ്ട അവര് വേറെ എവിടേക്കോ ഏതോ ഒരു കോണ്ടിനെന്റിൽ എത്തി, വഴി മാറിപ്പോയി. അപ്പൊ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ആ ലാക്ക് ഓഫ് അക്യുറേറ്റ്, കറക്റ്റ് ആയിട്ടുള്ള ഒരു മാപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെ ഇങ്ങനെ സംഭവിച്ചത്. അപ്പൊ ഇനി അടുത്ത് നോക്കാം. ഫെർഡിനൻഡ് മെഗല്ലൻ was born in the 16th century in the northern Portugal in Europe. മെഗല്ലൻ എവിടെയാണ് ജനിച്ചത്? നോർത്തേൺ പോർച്ചുഗലിലാണ് ജനിച്ചത്. വിത്ത് ആൻ അൺക്വെഞ്ചബിൾ ക്വസ്റ്റ് ടു ട്രാവൽ അക്രോസ് ദി വേൾഡ്. നല്ല ആഗ്രഹമായിരുന്നു ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവര് എന്നിട്ട് എന്താ ചെയ്തേ? ദ പോർച്ചുഗൽ മെഗല്ലൻ ആൻഡ് ഹിസ് ടീം സ്റ്റാർട്ടഡ് their voyage from Europe in 1519 സെപ്റ്റംബർ. സെപ്റ്റംബറിൽ അവര് അവരുടെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. Their aim was to travel through Atlantic Ocean and Pacific Ocean and to return to Europe. അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലാന്റിക് ഓഷ്യനിലൂടെ പസഫിക് ഓഷ്യനിലൂടെ അങ്ങനെ യാത്ര ചെയ്തിട്ട് തിരിച്ച് അവർക്ക് യൂറോപ്പിലേക്ക് എത്തണം എന്നുള്ളതായിരുന്നു. They used maps prepared in the 16th century to know the exact location of continents. അപ്പോൾ അവർ യൂസ് ചെയ്തിട്ടുള്ള മാപ്പ് എന്തായിരുന്നു? 16ാം നൂറ്റാണ്ടിൽ അവര് പ്രിപ്പയർ ചെയ്തിട്ടുള്ള മാപ്സ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. When the journey prolonged for years, the discontent arose among them. When they reached the Philippines Islands in the Pacific Ocean, they had a war with the inhabitants of Mactan Island and Magellan was killed in war. അതായത് അവര് ഒരുപാട് ദിവസങ്ങൾ നീണ്ട ജേർണി ആയിരുന്നു. അവർ ഫിലിപ്പൈൻസ് ഐലൻഡ്സിൽ എത്തിയപ്പോൾ അവർക്ക് അവിടുത്തെ ഇൻഹാബിറ്റൻസ് ഓഫ് മക്ടൺ ഐലൻഡ് ആൻഡ് അവരിനായിട്ടൊരു വാറൊക്കെ ഉണ്ടായി. അതിൽ മെഗല്ലൻ കൊല്ലപ്പെട്ടു. ദോസ് ഹു സർവൈവ്ഡ് റിട്ടേൺ ടു യൂറോപ്പ് ഇൻ സെപ്റ്റംബർ 1522. അതായത് അവിടുന്ന് രക്ഷപ്പെട്ട ആൾക്കാർ തിരിച്ച് യൂറോപ്പിൽ എത്തുകയാണ് ചെയ്തത് 1522, സെപ്റ്റംബർ 1522. In an age where there were no detailed maps or other facilities to know the exact route, it took 3 years for them to travel around the world. അപ്പോൾ 1519 തുടങ്ങി 3 വർഷം എടുത്തു അവർക്ക് ആ ഒരു ലോകം ചുറ്റാനായിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ്? അവർക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള മാപ്പോ അല്ലെങ്കിൽ ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ്
ഇവർക്ക് ഇത്രയും ടൈം 3 വർഷമൊക്കെ എടുത്തത് എന്നാ പറയുന്നത്. അടുത്ത ലഫ്റ്റനന്റ് കമാൻഡർ അഭിലാഷ് ടോമി. The Indian sailor of Abhilash Tomy was born at The Indian sailor Abhilash Tomy was born at Trypunithara in the Ernakulam district of Kerala. He set out a sea voyage around the world from Mumbai in November 2012. 2012 ലോകം ചുറ്റാൻ ഇറങ്ങിയതാണ്. Overcoming many challenges en route, he traveled around the world and returned to the shores of Mumbai on 31 March 2013. 2012 തുടങ്ങി 2013 മാർച്ച് 31 തിരിച്ചെത്തി. It was with the help of the accurate maps and other modern instruments that he could complete his journey around the world in 150 days without losing his way. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു കൊല്ലത്തിന്റെ ഉള്ളില് നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 4 മാസം കൊണ്ടാണ് അവര് എങ്ങോട്ടെത്തിയത്? തിരിച്ചെത്തിയത്, ആ വേൾഡ് കവർ ചെയ്തിട്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാൻ കാരണം? അവർക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള മാപ്സ് ഉണ്ടായിരുന്നു, നല്ല ക്ലിയർ ആയിട്ടുള്ള മാപ്സും, അതുപോലെ തന്നെ നമുക്ക് മോഡേൺ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഈ ഒരു സമയത്ത് ഉണ്ട് അല്ലെ, അതൊന്നും പണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് 150 ദിവസത്തിന്റെ ഉള്ളിൽ അവർക്ക് വഴിയൊന്നും തെറ്റാതെ കറക്റ്റ് ആയിട്ട് വേൾഡ് ടൂർ നടത്തി തിരിച്ചു വരികയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, പക്ഷെ മുന്നേ ഒന്നും അത് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അവരുടെ മിഷൻ കംപ്ലീറ്റ് ആവാൻ കുറെ ടൈം എടുത്തത്. It is astonishing to note that Columbus and Magellan made prolonged voyages when there were no maps or other sophisticated equipments to help them in navigation. അതായത് അവരുടെ കാലത്തൊന്നും മാപ്സും ഇല്ല, അതുപോലെ തന്നെ ഒരുപാട് എക്യുപ്മെന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇവർക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ മോഡേൺ ടെക്നോളജി എന്ന് പറഞ്ഞാൽ അത്രയും വളർന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് വഴി തെറ്റാതെ നമുക്ക് നമ്മുടെ വീട്ടിലെത്താനും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാനുള്ള ക്ലിയർ ആയിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള മാപ്പുകൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പൊ ഇനി നമുക്ക് നോക്കാം ഇമ്പോർട്ടൻസ് ഓഫ് മാപ്പ്. മാപ്സ് ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്താണ് മാപ്സിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നോക്കാം. മാപ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ഫോർ ജോഗ്രഫേഴ്സ് അല്ലെ. എല്ലാവർക്കും അറിയാം മാപ്സ് ജോഗ്രഫേഴ്സിന്റെ ഇമ്പോർട്ടൻറ്റ് ടൂൾ ആണ് എന്നുള്ളത്. Any place on you can illustrate your classroom, school and other its premises and your locality on a paper. നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് റൂം, സ്കൂളൊക്കെ ഒരു പേപ്പറിൽ ആക്കാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ എനി പ്ലേസ് ഓൺ ദി എർത്ത് ക്യാൻ ബി ഇല്ലസ്ട്രേറ്റഡ് ഓൺ എ പേപ്പർ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളും നിങ്ങളുടെ വീടും ഒക്കെ നിങ്ങൾക്ക് ഒരു പേപ്പറിന്റെ ഉള്ളിൽ കറക്റ്റ് ആയിട്ട് ഇന്ന റോഡ് അത് ഇത് നിങ്ങളുടെ പറഞ്ഞിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഭൂമിയിലുള്ള എല്ലാ പ്ലേസും നമുക്ക് ഇതേപോലെ പേപ്പറിലാക്കാൻ പറ്റും. True representation of a features of Earth's surface on a two-dimensional plane is called a map. അതായത് എർത്തിന്റെ സർഫസിലുള്ള ഫീച്ചേഴ്സ് അത് ഒരു 2-dimensional പ്ലെയിനിൽ വരയ്ക്കുന്നതിനെയാണ് മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് എ മാപ്പ്? ട്രൂ റെപ്രസെന്റേഷൻ ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് എർത്ത് സർഫസ് ഓൺ എ 2-dimensional plane is called a map. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് മാപ്സ് വർ യൂസ്ഡ് ഇൻ സെഞ്ചുറീസ്. നമ്മൾ പറഞ്ഞു അല്ലേ, കുറേ കൊല്ലം മുമ്പ് തന്നെ മാപ്സ് ഉണ്ട്, പക്ഷേ അതൊന്നും അത്ര ആക്യുറേറ്റ് അല്ല, നമ്മുടെ മോഡേൺ മാപ്സ് പോലെ അത്ര ആക്യുറേറ്റ് അല്ല, കറക്റ്റ് അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ഇന്ന് ഒരുപാട് മാപ്സ് ഒക്കെ അവൈലബിൾ ആണ് അല്ലേ. ക്യാൻ യു ഐഡന്റിഫൈ ദ ഫീൽഡ്സ് വെർ മാപ്പ് ഇസ് യൂസ്ഡ്? ലേണിംഗ് ജോഗ്രഫി. ജോഗ്രഫിയിൽ പഠിക്കുന്ന ആൾക്കാർക്ക് മാപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫൻസ് അല്ലെ, അതുപോലെ തന്നെ ടൂറിസം, അഡ്മിനിസ്ട്രേഷൻ, ട്രാൻസ്പോർട്ട്, ഇതിനൊക്കെ മാപ്സ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. അതുപോലെ തന്നെ സ്റ്റുഡൻസും ടീച്ചേഴ്സും അല്ലാതെ വേറെ ആരൊക്കെയാണ് മാപ്സ് ഉപയോഗിക്കുന്നത്? ഇൻഡസ്ട്രിയലിസ്റ്റ്, ഹിസ്റ്റോറിയൻസ്, പൈലറ്റ്, ക്യാപ്റ്റൻസ് ഓഫ് ഷിപ്പ്, പിന്നെ ആരാണ്? ട്രാവലേഴ്സ് അല്ലെ, ട്രാവലേഴ്സും ഉപയോഗിക്കുന്നുണ്ട്. ഫോർ വാട്ട് പർപ്പസ് ഡു ദേ യൂസ് മാപ്സ്? ഡു ദേ യൂസ് ദ സെയിം മാപ്പ് ഫോർ ഡിഫറെന്റ് പർപ്പസസ്? എല്ലാവരും ഒരേ ടൈപ്പ് മാപ്പാണോ ഉപയോഗിക്കുന്നത്? ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള മാപ്പുകൾ ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാപ്സ് ആർ പ്രിപ്പയർഡ് ഫോർ വേരിയസ് ടൈപ്സ് പർപ്പസസ്. അതായത് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഒരു മാപ്പ് അല്ല, പലർക്കും പല രീതിയിലുള്ള മാപ്പുകളാണ്.
ഓക്കെ, പല പർപ്പസസിന് വേണ്ടിയിട്ടുള്ള മാപ്പുകളാണ്. അപ്പൊ നമുക്ക് നോക്കാം ഹിസ്റ്ററി ഓഫ് മാപ്സ്. എന്തൊക്കെയാണ് ഹിസ്റ്ററി, മാപ്പിന്റെ ഹിസ്റ്ററി എന്താണെന്ന് നോക്കാം. Maps of 15th and 16th centuries were not accurate, hence the journey of Columbus and Magellan were long and they lost his way as well. അതായത് 15ാമത്തെ നൂറ്റാണ്ടിലും 16ാമത്തെ നൂറ്റാണ്ടിലൊക്കെ ഈ മാപ്പുകളൊന്നും അത്ര കറക്റ്റ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൊളംബസിന്റെയും മെഗല്ലന്റെ ഒക്കെ ജേർണി, യാത്രകൾ ഭയങ്കര ലെങ്തി ആയിരുന്നു. അതുപോലെ തന്നെ അവർക്ക് വഴി തെറ്റി കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി. Were maps prepared prior to this period? മാപ്സ്, അതായത് മാപ്സ് ഇതിന്റെ ഈ മുന്നേ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ക്ലിയർ ആയിരുന്നോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അല്ല അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം മെസപ്പൊട്ടോമിയൻ മാപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. കണ്ടോ, ക്ലേ പ്ലേറ്റിലാണ് അവര് ഉണ്ടാക്കിയിട്ടുള്ളത്. ക്ലേ പ്ലേറ്റിന്റെ മുകളിലാണ് മാപ്പ് വരച്ചു വെച്ചിട്ടുള്ളത്. അടുത്തത് തന്നെ നമുക്ക് പോസിബിൾ റെൻഡറിങ് ഓഫ് അനക്സിമാൻഡേഴ്സ് വേൾഡ് മാപ്പ് കണ്ടോ, ഇത്രയേ ഉള്ളൂ. അടുത്തത് നമുക്ക് നോക്കാം വേൾഡ് മാപ്പ് പ്രിപ്പയർഡ് ബൈ ഹിപ്പാക്കസ് എന്ന് പറഞ്ഞ ഹിപ്പാക്കസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള മാപ്പ് കണ്ടോ, മൂന്നാമത്തെ മാപ്പ്. അടുത്തത് വേൾഡ് മാപ്പ് പ്രിപ്പയർഡ് ബൈ ടോളമി പ്രിപ്പയർ ചെയ്തിട്ടുള്ള മാപ്പാണിത്. അടുത്തത് വേൾഡ് മാപ്പ് പ്രിപ്പയർഡ് ബൈ മെർക്കേറ്റർ, വേൾഡ് മാപ്പ് പ്രിപ്പയർഡ് ബൈ ഓർട്ടിലിയസ്. അപ്പൊ ഇതൊക്കെയാണ് മാപ്സ്. Have you noticed these pictures? Compare these with the world map in your social science lab. നിങ്ങളുടെ ഇപ്പോഴത്തെ മാപ്പും പണ്ടത്തെ മാപ്പും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് എഴുതണം. Let us examine the changes that have taken place in the maps over centuries. Centuries കഴിയുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് മാപ്പിൽ ഉണ്ടാവുന്നത്. It is believed that the history of maps are as old as human civilization. അതായത് ഹ്യൂമൻ സിവിലൈസേഷൻ ഉണ്ടായ കാലം മുതലേ മാപ്പുകൾ ഉണ്ടായിരിക്കും. അതിന്റെ അത്രയും ഓൾഡ് ആയിട്ടുള്ള മാപ്പുകൾ ഉണ്ട്. മെസപ്പൊട്ടോമിയൻ പ്ലേറ്റ്സ് പ്രിപ്പയർഡ് ഓൺ ബേക്ക്ലേറ്റ്സ് were about 5000 years. 5000 വർഷങ്ങൾക്ക് അധികം പഴക്കമുണ്ട് ഈ ഒരു മെസപ്പൊട്ടോമിയൻ പ്ലേറ്റ്, ക്ലേ പ്ലേറ്റ്. അതാണ് ഏറ്റവും ഓൾഡസ്റ്റ് മാപ്പ്. അപ്പൊ വാട്ട് ഈസ് ദ ഓൾഡസ്റ്റ് മാപ്പ്? Mesopotamian plates, prepared on baked clay plates is the oldest maps. On these plates, there were specific lines and symbols that help to depict the peculiarities of even small places. അതായത് ഇതിൽ ഓരോ സ്പെസിഫിക് ലൈൻസ് ഉണ്ട്, സിമ്പിൾസ് ഒക്കെ ഉണ്ട്. അതാണ് ഓരോ ചെറിയ ചെറിയ സ്മോൾ പ്ലേസസിനൊക്കെ സൂചിപ്പിക്കുന്ന സിമ്പിൾസും ലൈൻസ് ഒക്കെ ഈ ഒരു മെസപ്പൊട്ടോമിയൻ പ്ലേറ്റ്സിലുണ്ട്. ഓക്കെ, അടുത്ത മാപ്സ് നമുക്ക് നോക്കാം. മാപ്സ് were prepared on leather and bronze plate during the period of Greek philosopher Anaximander, who is believed to have prepared the first map. അപ്പൊ ആദ്യത്തെ മാപ്പ് പ്രിപ്പയർ ചെയ്തത് ആരാണ്? അനക്സിമാൻഡർ ആണ് അല്ലെ. എന്തിലാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്? ലെതറിലും ബ്രോൺസിലൊക്കെയാണ് ഈ ഒരു ഫസ്റ്റ് മാപ്പ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്തത് ഇൻവെൻഷൻ ഓഫ് ഗ്രീക്ക് മാത്തമാറ്റീഷ്യൻ ഇറാസ്റ്റോതെയ്ൻസ് ആൻഡ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ആസ്ട്രോണമേഴ്സ് ലൈക്ക് ഹിപ്പാക്കസ് ആൻഡ് ടോളമി ഹെൽപ്ഡ് ഇൻ പ്രിപ്പയറിംഗ്. പിന്നെ ഓരോരുത്തർ ഇങ്ങനെ ഓരോ ആസ്ട്രോണമേഴ്സിന്റെ കീഴിലൊക്കെയാണ് പിന്നെ ഒരു മാപ്പ് ഉണ്ടാക്കിയത്. The voyage by sailors and explorers like Magellan and Columbus led to the preparation of more accurate maps. കൂടുതൽ മാപ്പ് പ്രിപ്പയർ ചെയ്തത്, അതായത് അക്യുറേറ്റ് ആയിട്ടുള്ള, ഒരുവിധം അക്യുറേറ്റ് ആയിട്ടുള്ള മാപ്പ് പ്രിപ്പയർ ചെയ്തത് കൊളംബസും മെഗല്ലനും അവരുടെ ഇത് കഴിഞ്ഞിട്ടാണ്. അടുത്ത നോക്കാം. ദ മെർക്കാറ്റർ, ഹു ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് മോഡേൺ കാർട്ടോഗ്രഫി, ആൻഡ് അബ്രഹാം Ortelius, who prepared an atlas by combining many maps, gave new insights into making of modern maps. അപ്പോൾ ആരാണ് ദ ഫാദർ ഓഫ് മോഡേൺ കാർട്ടോഗ്രഫി എന്ന് പറയുന്നത്? മെർക്കേറ്റർ ആണ് അല്ലെ. മെർക്കേറ്റർ ആണ് ഫാദർ ഓഫ് മോഡേൺ കാർട്ടോഗ്രഫി. പിന്നെ അതുപോലെ തന്നെ അബ്രഹാം ഓർട്ടീലിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളാണ് ഈ അറ്റ്ലസ് പ്രിപ്പയർ ചെയ്തത്. കുറെ മാപ്സ് ഒക്കെ ജോയിൻ ചെയ്തിട്ട് ഒരു അറ്റ്ലസ് ആക്കി മാറ്റിയത് അബ്രഹാം ഓർട്ടീലിയസ് ആണ്.
The contribution of Greek, Roman, Arab and Indian geographers to the development of modern cartography. അത് ഗ്രീക്കിൻ്റെയും റോമൻ്റെയും അറബ്സിൻ്റെയും ഇന്ത്യൻ ജോഗ്രഫേഴ്സിൻ്റെ ഒക്കെ കോൺട്രിബ്യൂഷൻസ് മോഡേൺ കാർട്ടോഗ്രഫിയിൽ ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്, കുറേ മാറ്റങ്ങൾ വരുത്താൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് മാപ്പ് ഏതാണ് നമ്മൾ പറഞ്ഞത്? അനക്സാൻഡിമർ അല്ലേ? അനക്സാൻഡിമർ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രീക്ക് ഫിലോസഫർ പ്രിപ്പയർ ചെയ്തിട്ടുള്ള മാപ്പാണ് ഫസ്റ്റ് മാപ്പ്. The history of maps started with clay plates. നമ്മൾ പറഞ്ഞു അല്ലേ, മെസപ്പൊട്ടോമിയൻ ക്ലേ പ്ലേറ്റ്സ്. അത് കഴിഞ്ഞ് ഇപ്പോൾ കമ്പ്യൂട്ടർ എയ്ഡഡ് മാപ്സ് ആണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അഡ്വാൻസ് ചെയ്തിട്ടുള്ള മാപ്പുകൾ. ഇൻ ദിസ് ഫാസ്റ്റ് ഡെവലപ്പിംഗ് വേൾഡ് മാപ്സ് ഹാവ് ഓൾസോ ചേഞ്ച് അല്ലേ? നമുക്ക് ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാണ്. അപ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒക്കെ സഹായത്തോടെ പുതിയ പുതിയ മാപ്പുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്താണ് കാർട്ടോഗ്രഫി. നമ്മൾ നേരത്തെ കാർട്ടോഗ്രഫി പറഞ്ഞില്ലേ, എന്താണ് കാർട്ടോഗ്രഫി നോക്കാം. ദ ടേം കാർട്ടോഗ്രഫി വാസ് ഡിറൈവ്ഡ് ഫ്രം ദി ഫ്രഞ്ച് വേർഡ്സ് കാർട്ട് ആൻഡ് ഗ്രാഫിക്. കാർട്ട് മീൻസ് ഗ്രാഫ്, മാപ്പ്. ഓക്കെ, കാർട്ട് മീൻസ് മാപ്പ് ആൻഡ് ഗ്രാഫിക് മീൻസ് ഡ്രോയിങ്. കാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പാണ്, അതുപോലെ തന്നെ ഗ്രാഫിക് എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് ആണ്. കാർട്ടോഗ്രഫി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സയൻസ് ഓഫ് മാപ്പ് മേക്കിംഗ്. സയൻസ് ഓഫ് മാപ്പ് മേക്കിംഗ് ആണ് കാർട്ടോഗ്രഫി. വൺ ഹു പ്രിപ്പയർ മാപ്സ് ഈസ് നോൺ ആസ് കാർട്ടോഗ്രാഫർ. അപ്പോൾ മാപ്പ് ഉണ്ടാക്കുന്നതിന് പറയുന്ന പേരാണ് കാർട്ടോഗ്രഫി. അത് പ്രിപ്പയർ ചെയ്യുന്ന ആള് കാർട്ടോഗ്രാഫർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സുകൾ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാവരും നന്നായിട്ട് ചാപ്റ്റർ വായിക്കുക, അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ബാക്കി ഭാഗങ്ങളായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.